ഞാനൊരു കാര്യം പറയാൻ വന്നതാ. നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മുംബൈ ഇന്ത്യൻസിനെ ഇഷ്ടമാണ് ഐപിഎല്ലില്. അതുപോലെ തന്നെ ചെന്നൈയിനെ ഇഷ്ടമാണ്. ഈ 2 ടീമിനെ എനിക്കിഷ്ടമാണ്. ഈ 2 ടീമിന്റെ ക്യാപ്റ്റന്മാരെ അതായത് നേരത്തെ മുൻ ക്യാപ്റ്റന്മാരെ എനിക്കിഷ്ടമാണ്. ധോണിയാണേലും രോഹിത് ആണെങ്കിലും ടീം തോറ്റു കഴിയുമ്പം എല്ലാവരും അവരെ ചെന്ന് കുറ്റം പറയും. അതിനകത്ത് എനിക്ക് രോഹിത്തിനെ ആൾക്കാർ കുറ്റം പറയുമ്പോൾ വിഷമം വരും. നേരെ തിരിച്ച് ധോണിനെ കുറ്റം പറയുമ്പോൾ അത്ര വിഷമം വരാറില്ല. ഇപ്പോഴത്തെ കാലത്തെ സംഭവമാണ് ഞാൻ പറയുന്നത്. കാരണം ധോണിയുടെ ഫാൻസ് ഇത്തവണ തോറ്റു കഴിഞ്ഞപ്പം ധോണിയുടെ ഫാൻസ് ധോണിനെ എടുത്തിട്ട് അലക്കുന്ന കണ്ടു. കുറേ പേര് കുറേ കാര്യങ്ങൾ പറയണ കണ്ടു. അതിനകത്ത് ഈ 9ാമതായിട്ടൊക്കെ ഇറങ്ങേണ്ട കാര്യം എന്താണ്? വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാൻ എന്നുള്ള ഒരു ഇതാണ് പൊസിഷനല്ലേ. അതിനകത്ത് വിക്കറ്റ് കീപ്പർ മാത്രമായിട്ട് വന്നിരുന്ന 9ാമത് ഇറങ്ങേണ്ട കാര്യം എന്താണ്? 13 ഓവറിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് നല്ല പൂരത്തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ആക്ച്വലി എനിക്ക് അവരോട് യോജിക്കാനാണ് തോന്നുന്നത്. സത്യമല്ലേ? ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ മനുഷ്യന് പ്രായമായല്ലേ? ഈ മനുഷ്യന് വീട്ടിലിരുന്നൂടെ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലല്ലേ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഐപിഎൽ എന്നൊക്കെ പറഞ്ഞാൽ യങ് ടാലന്റിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പുള്ളിക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത പണിയാണെങ്കിൽ പുള്ളി എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? ഇറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ പുള്ളി വീട്ടിലിരുന്നൂടെ? ഇതുവരെയുള്ള ആ ലെജൻഡ് എന്നുള്ള ഒരു സാധനം അത്രയും ഫാൻ ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു ലെജൻഡ് എന്നുള്ള ഒരു പൊസിഷൻ പുള്ളി എന്തിനാണ് ഇങ്ങനെ ചീഞ്ഞ് നാറി ഇറങ്ങി അവിടെ പിടിച്ചു നിന്നിട്ട് ഇറങ്ങാതെ അവിടെ പിടിച്ച് നിന്ന് നശിപ്പിക്കുന്നത്? ഇനി രണ്ടാമത്തെ രോഹിത് ശർമ്മേനെ കുറിച്ച് പറയാം. രോഹിത് ശർമ്മ ശരിക്കും ഇന്ത്യക്ക് വേണ്ടി കളിക്കാതൊക്കെ ഇരിക്കുമ്പോൾ വിഷമം വരും കേട്ടോ. കളിക്കാതെ മീൻസ് പെർഫോമൻസ് കുറച്ച് ഡള്ളൊക്കെ ആകുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. നേരെ തിരിച്ച് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കാതിരിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് കളി തോറ്റാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി രോഹിത് ശർമ്മ കളിക്കാതിരിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഒരു സന്തോഷം വരും. കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് മാനേജ്മെന്റ് രോഹിത് ശർമ്മേനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയാം. പാണ്ഡ്യനെ ക്യാപ്റ്റനാക്കി ഇതുവരെ കാറൊക്കെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്യാപ്റ്റൻസി ഇതുവരെ തിരിച്ചു കൊടുത്തില്ല. ഇപ്പോഴും പുള്ളീനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരം സൈഡ് ബെഞ്ചിൽ എത്തിയിട്ടുള്ള കളികളൊക്കെ കാണുമ്പോൾ നല്ല വിഷമം വരാറുണ്ട്. അപ്പൊ പുള്ളി കളിക്കാതിരിക്കുമ്പോൾ ചിലപ്പം ഫോം ഔട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കായിരിക്കും പുള്ളി. പുള്ളി അത്ര സീരിയസ് ആയിട്ട് ഐപിഎല്ലിനെ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഈ ഈ ഈ അടുത്ത കാലത്തെ കളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ പുള്ളി കളിക്കാതിരിക്കുമ്പോൾ ഒരു സന്തോഷാ. അങ്ങനെ തന്നെ വേണം അവരുടെ മാനേജ്മെന്റിനെന്ന് തോന്നും. മുംബൈ ഇന്ത്യൻസിനല്ല കേട്ടോ. അവരുടെ മാനേജ്മെന്റിന്. അതുപോലെ തന്നെ ചെന്നൈയുടെ മാനേജ്മെന്റിനോട് എനിക്ക് ഭയങ്കര സഹതാപം തോന്നും. ഈ മനുഷ്യനെ ധോണിനെ ഇത്രയധികം നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ ഈ മനുഷ്യൻ കാണിക്കുന്നതോർത്ത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു 2 ക്യാപ്റ്റന്മാരുടെയും കാര്യത്തില്, മുൻ ക്യാപ്റ്റന്മാരുടെയും കാര്യത്തില് ഇങ്ങനൊരു അഭിപ്രായം വന്നത്. എനിവേയ്സ് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവാ? ഇല്ലായിരിക്കാം. ഐ ഡോണ്ട് നോ. ഞാൻ ധോണിനെ ഫാൻസ് എടുത്ത് പൊങ്കാല ഇടുമ്പോൾ എനിക്ക് ഹാപ്പിയാണ്. നേരെ തിരിച്ച് രോഹിത് കളിക്കാതിരിക്കുമ്പോൾ അവിടെയും ഞാൻ ഹാപ്പിയാണ്.